ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ അനുമോള ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അവർ കയറി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അനുമോള അമ്മയും അതുപോലെ ചേച്ചിയുമാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ കണ്ടതാണ്. അനുമോള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുന്നു, ഒരു സോങ് ഇടുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുന്നു. അവിടെ ചെന്നിട്ട് ആ ഡോർ ഇങ്ങനെ തുറക്കാതിരിക്കുന്നു, എൻട്രി ചെയ്യുന്ന ഡോർ തുറക്കാതിരിക്കുന്നു. അപ്പോൾ അനുമോൾ അവിടെ കാലൊക്കെ കുത്തി മുട്ടൊക്കെ മടക്കി അവിടെ നിന്നിട്ട് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ബിഗ് ബോസ് പ്ലീസ് വാതിൽ തുറക്കൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് തുറക്കാതിരിക്കുമ്പോഴത്തേക്ക് ദേഷ്യപ്പെട്ട് അകത്തോട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുന്നതാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ മറ്റുള്ളവർക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഫാമിലി കാണണമെങ്കിൽ അവർക്ക് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഇതിനകത്ത് ടാസ്ക് ഇല്ല. എനിക്ക് തോന്നുന്നെങ്കിൽ ഫാമിലിക്കായിരിക്കും ടാസ്ക്, അല്ലെങ്കിൽ അവർ ആക്ടിവിറ്റി ഏരിയയിൽ കൂടെ വന്നിട്ട് അവർ അവിടെ നിന്നിട്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ കൺഫെൻഷൻ റൂം വഴിയായിരിക്കാം ചിലപ്പോൾ അവർ വരുന്നത്. ചിലപ്പോൾ അനുമോളെ ഒന്ന് പറ്റിക്കുമായിരിക്കാം. അതൊരു ലാലേട്ടൻ പറഞ്ഞ പോലെ അനുമോള് കണ്ടന്റ് കൊടുക്കേണ്ട കാര്യമില്ല, അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ബിഗ് ബോസിന് അറിയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വെച്ച് അനുമോളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി TRP കൂട്ടിയതാവാനായിരിക്കും ചാൻസ്. അപ്പോൾ എന്തായാലും അവർ വീട്ടിൽ കയറിയിട്ട് അവർ അപ്പോഴേ വീട്ടിലും എത്തിയിട്ടുണ്ട്, തിരിച്ചവർ വീട്ടിലും പോയിട്ടുണ്ട്. അനുമോളും അമ്മയും ചേച്ചിയും ആണ് കയറിയിട്ടുള്ളത്, അച്ഛൻ വന്നിട്ടില്ല. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരെ കാലും ഡബിൾ സ്റ്റാൻഡ് ഉള്ള ഓഡിയൻസ് ആണ് പുറത്തുള്ളത്. കാരണം ഞാൻ ഒരുപാട് കമൻസ് കണ്ടായിരുന്നു, ഈ ഒരു പ്രൊമോയുടെ അടിയിലൊക്കെ ഇഷ്ടം പോലെ കമൻസ് കണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അനുമോള് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ, പുള്ളിക്കാരിയുടെ ഇമോഷൻസ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാലോ അത് എന്തോ വലിയ വിഷയം പോലെയാണ് സംസാരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇമോഷൻസ് കാണിക്കാം, കുഴപ്പമില്ല. പക്ഷെ അനുമോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ അത് ഡ്രാമയാണ്, അല്ലെങ്കിൽ മറിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നത്. ഇപ്പം തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഗെയിം കളിക്കുന്ന ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന കോണ്ടസ്റ്റൻസിനെക്കാളും ഏറ്റവും വലിയ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ഓഡിയൻസ് ആണ് പുറത്തുള്ളത്. അപ്പം ഇപ്പം ഓൾറെഡി അനുമോള് പറഞ്ഞിട്ടുണ്ട്, അനുമോളെ അച്ഛനെയും അമ്മയും ഫാമിലിയെ പറ്റിയിട്ടൊക്കെ പുള്ളിക്കാരിയുടെ ഇൻ്റർവ്യൂസിലൊക്കെ മിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി കൊടുക്കുന്ന ഇൻ്റർവ്യൂസിലെല്ലാം ഫാമിലിയെ പറ്റിയിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഫാമിലിക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് സംസാരിക്കുന്നത്. കാരണം ഫാമിലി നോക്കുന്നത്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്, അച്ഛനെ നോക്കുന്നത്, വീട് വെച്ചത്, ഇതെല്ലാം വീട്ടിലെ കടങ്ങൾ തീർക്കുന്നത്, ഇതെല്ലാം അനുമോളാണെന്ന് ഓൾറെഡി എല്ലാ ഇൻ്റർവ്യൂവിലും ഇവർ പറയുന്നുണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓഡിയൻസ് ഉണ്ടല്ലോ, ഓഡിയൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അനുവിന് എന്തെങ്കിലും ഒരു ഇമോഷൻസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഡ്രാമയാക്കി അതൊരു മനഃപൂർവ്വം അടിച്ച് താക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ആർമിക്കാരും PR ടീംസും ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത് എന്തായാലും ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇവിടെ ഒരുപാട് തവണ ഫാമിലിയെ പറ്റിയിട്ടൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ലൈവിനകത്ത് ഞാൻ കണ്ടതാണ് അനുമോള് പറയുന്നത്. കാരണം അനുമോളെ ഫാമിലി വന്നു കഴിഞ്ഞാൽ ഫാമിലി വരണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും, എനിക്ക് കരച്ചിൽ പിന്നെ അടക്കാൻ പറ്റാതാവും, എൻ്റെ ഇമോഷൻസൊക്കെ ഒരുപാട് കൈവിട്ടു പോകുമെന്നൊക്കെ പുള്ളിക്കാരി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫാമിലി വരണ്ട എന്ന് പുള്ളിക്കാരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും കാണാതെ, ലൈവൊന്നും കാണാതെ, ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ വന്നിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ കമന്റ് ഇടുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇത് ഡ്രാമയാണെന്ന് പറയുന്ന ആൾക്കാരോട് സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛം മാത്രമാണ്. കാരണം എല്ലാ ഫാമിലി റൗണ്ടിലും ആരുടെ ഫാമിലി, ഇനി ഒരാളെ മാത്രമല്ല, ആരെ ഫാമിലി വന്നാലും സ്വാഭാവികമായിട്ട് അവർക്ക് ഇമോഷൻസ് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം ഒരു 50-60 ദിവസം അവരെ വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന, കാരണം വീടുകളിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ വീടുകളിൽ നിന്നൊക്കെ അവരെ ഫാമിലി അച്ഛനും അമ്മയൊക്കെ കാണാതെ മാറി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം അവരെ കാണുമ്പോഴത്തേക്ക്, കാരണം അത് ബിഗ് ബോസ് ഹൗസ് പോലെ ഒരു വീട്ടിൽ ചെന്ന് കിടന്ന് അവിടെ ഒന്നുമില്ല, മൊബൈലില്ല, TV ഇല്ല, ക്ലോക്കില്ല, ഒന്നുമില്ല, സമയമില്ല, പല മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ ഇടയ്ക്ക്, പല സ്വഭാവമുള്ള ആൾക്കാരെ ഇടയ്ക്ക് ജീവിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു 60-70 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവരെ ഫാമിലി ആരെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന ഒരു ഇമോഷൻസ്, അത് സത്യത്തിൽ അത് ഉള്ളിൽ നിന്ന് വരുന്ന കാര്യം തന്നെ. അതിന് ഡ്രാമ എന്ന് പറയുന്ന ആൾക്കാരോട് പിന്നെ പുച്ഛമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം അത് ഞാൻ പറഞ്ഞല്ലോ, ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓഡിയൻസ് ഡബിൾ സ്റ്റാൻഡ് ഉള്ള ആൾക്കാരാന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം അക്ബറിൻ്റെ കരച്ചിൽ നമ്മൾ കണ്ടു. അക്ബറിൻ്റെ ഫാമിലി വന്നപ്പം ഷാനവാസിൻ്റെ കരച്ചിൽ നമ്മളുണ്ട്. ഷാനവാസൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്, അനീഷ് പൊട്ടിക്കരഞ്ഞ് തറയെ കിടന്ന് കരയുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് ഡ്രാമയാണെന്ന് പറഞ്ഞില്ല?
അനുമോള വിഷയം വന്നപ്പോൾ മാത്രം അവിടെ ഡ്രാമയാണ്, കരച്ചില്. അപ്പം ഇത് ഇവിടെ ഒരു എമോഷൻസും ഇല്ല, അവിടെയാണ് ഫുൾ എമോഷൻസ് അല്ലേ. അവരൊക്കെ കരഞ്ഞാൽ അവരൊക്കെ കരയുമ്പോഴാണ് അവിടെ ഇമോഷൻസിലൂടെ കരഞ്ഞെന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ അനു കരയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇമോഷൻസും ഇല്ല അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഓഡിയൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ആൾക്കാർ. അക്ബറും ഷാനവാസും അതുപോലെ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ച് കരയുന്നു, ഉമ്മ കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അനീഷ് നിലത്ത് വീണ് കിടന്ന് ഉരുണ്ട് കിടന്ന് കരയുന്നു. അപ്പം ഇതൊക്കെ അപ്പൊ അവരാരും ചെയ്തപ്പോഴത്തേക്ക് ഒരു ഡ്രാമയല്ലായിരുന്നു, അനുമോള് ചെയ്തപ്പോഴത്തേക്ക് അത് ഡ്രാമ. ചിലവർക്കാണെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ചിലവർക്കാണെങ്കിൽ അത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് അവരെ ഉള്ളിൽ നിന്ന് ഓവറായിട്ട് തന്നെ അത് വെളിയിലോട്ട് വരും ചില സമയങ്ങളിൽ. അപ്പം ഇത് ഇപ്പം ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇവിടെയും കടന്നിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അനുമോള്, കുണുമോള്, അല്ലെങ്കിൽ ഡ്രാമ കളിക്കുന്നു, അങ്ങനെ കളിക്കുന്നു, ഇങ്ങനെ കളിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്ബറിന്റെ ഫാമിലി, അതുപോലെ അക്ബർക്ക് എന്ന് വെച്ചാൽ പൊട്ടിക്കരഞ്ഞ് കണ്ണീരൊക്കെ വന്ന്, അതുപോലെ ഷാനവാസ് ആയിക്കോട്ടെ, അനീഷ ആയിക്കോട്ടെ ആണെങ്കിൽ ഓവറായിട്ട്, കാരണം അനീഷിൽ നിന്നൊന്നും നമ്മളത് പ്രതീക്ഷിച്ചല്ല. കാരണം അത് അനീഷ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കരയുന്ന ഒരാളല്ല, ഞാൻ ഇതുവരെ കരയത്തില്ലെന്നൊക്കെ പറഞ്ഞ ഒരാളാണ് അവിടെ നിലത്ത് വീണ് കിടന്ന് പൊട്ടിക്കരഞ്ഞത്. അപ്പൊ അതും അവരുടെ ഇമോഷൻസ് ആണ്, ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവിടെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ കരഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ അനുമോള് കരഞ്ഞപ്പോഴത്തേക്ക് അത് ഡ്രാമയെന്നും പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ പൊക്കി പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം മനുഷ്യന്മാരാണ്. അപ്പൊ അതിലൊന്നും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിട്ട് ഡ്രാമ കളിക്കുന്നു, അല്ലെങ്കിൽ ഓവർ ആക്ടിങ് കളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആക്ടർ ആയതുകൊണ്ട് ആക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംസാരിക്കുന്ന രീതി വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ്. അവരോട് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക.